ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇതില്ലേ ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ടാകുമ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ല റമദാനിന് സ്വീകരിക്കാനായിട്ട് അടിപൊളിയായിട്ട് അവർ സ്വീകരിച്ച ആ ഒരു രീതി അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്കാക്കിയെന്നുള്ളൂ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ വാനിറ്റി ബാഗിൻ്റെ ഷോപ്പിലൊക്കെ പോയപ്പോൾ അടിപൊളി കളക്ഷനൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഇതൊക്കെ മേടിക്കാനല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കാണാൻ മാത്രം ഞാൻ കയറിയത്. നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി കളക്ഷനുള്ള ഒരുപാട് ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാ മക്കളൊക്കെ ഇട്ട് നോക്കുക, അത് വേണു ഇത് വേണു എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഇതിൻ്റെയൊക്കെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നേ ഉള്ളൂ. ഇതും ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ, എന്നിട്ട് ലൈക്ക് ആക്കണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിട്ട് ഒന്ന് സപ്പോർട്ടാക്കാം. പിന്നെ ഇതിൽ ഞാൻ ചെറുതായിട്ടൊരു ദിവസം മുമ്പ് പോയിട്ടുണ്ടായിരുന്നത്. ആ പിറ്റേ ദിവസം ഞാൻ കുട്ടികൾക്കൊക്കെ ഒന്ന് നോമ്പ് കൊടുത്തിട്ടില്ല. എക്സാമല്ലേ ഇപ്പം നടന്നുകൊണ്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് നോമ്പ് പിടിച്ച് പോകാനും പറ്റുന്നില്ല, കാരണം പനിയൊക്കെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ആർക്കും ഞാൻ നോമ്പൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേന്നാക്കിയിട്ടുള്ള ജസ്റ്റ് ഒരു സാൻഡ്വിച്ച്, കാരണം അതിൻ്റെ മസാലയൊക്കെ ഓൾറെഡി പ്രിപ്പയർഡായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ഒരു സാൻഡ്വിച്ചും കൂടി ആക്കിയിട്ടുള്ള അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഷൈനിങ് ആയിട്ട് ഇങ്ങനെ റമദാനിന് സ്വീകരിക്കുന്ന ഒരു മോഡലാണിത് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ പിന്നെ എലിവേറ്ററിലൊക്കെ ഇങ്ങനെ കയറുക, അതിൻ്റെ ഒരു രസം അതൊന്ന് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇതില്ലേ ഇവിടെ ഈ നോമ്പ് പിടിച്ചിട്ടാണ് ഞങ്ങൾ പോയതല്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് തവണ ആഗ്രഹിച്ചതായി ചോക്ലേറ്റ് പൈ എന്ന് പറയുന്ന ഈ സംഭവം അതൊന്ന് കഴിച്ചിട്ട് നോക്കണം എന്നിട്ട്. പക്ഷെ ഇപ്പോൾ എന്തായാലും നോമ്പ് പിടിച്ചിട്ട് പോയപ്പോൾ കഴിക്കാനും പറ്റുന്നില്ല. പിന്നെ എന്തായാലും ഇൻഷാല്ല ഒരു തവണ വന്ന് ഇവിടെ കഴിക്കണമെന്നുണ്ട്. ഒരുപാട് കളക്ഷൻ, നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഇൻഷാല്ല പർച്ചേസ് ആക്കുമ്പോൾ ആ ദിവസത്തെ വീഡിയോസും എടുക്കണമെന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഇൻഷാല്ല അപ്ലോഡും കൂടി ഞാൻ ആക്കാം. ഇത് പിന്നെ ഫാൻസിയില്ല പോയത്. അപ്പോൾ ഒരുപാട് ഇയർ റിങ്സിൻ്റെ കളക്ഷനാണ്. പിന്നെ ഇതുപോലത്തതില്ലേ ഈ ഗ്ലാസിൻ്റെ ജാറിൽ കവറായിട്ടുള്ള ഇതൊക്കെ എടുക്കണമെന്നുണ്ട്. ഇൻഷാല്ല എപ്പോഴെങ്കിലും എടുക്കുമായിരിക്കും. എന്നിട്ടിതാ ഞാൻ സാൻഡ്വിച്ചിൻ്റെ പ്രിപ്പയറില്ല, ഞാനൊരു തവ വെച്ച് കൊടുത്തിട്ടില്ലേ. ഇത് ഫ്രീസറിലുണ്ടായിരുന്ന ഫില്ലിങ്ങിൻ്റെ ഒരു ആലു ഫില്ലിംഗ് ആയത്. അപ്പോൾ ഇതൊന്നും ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് മുട്ടയിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് തവ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കാം. ആലു ഫ്രൈ എന്നാണ് ഇതിൻ്റെ പേരെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ അതായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കുട്ടികൾക്ക് കുടിക്കാനുള്ള കോഫി ഉണ്ടാക്കുന്നത്, പാല് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 3 ആൾക്കുള്ള ബ്രെഡ് എടുത്തിട്ട് അതിലൊന്ന് കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് തേച്ച് കൊടുത്തിട്ട് ഈ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആലു ഒന്ന് ഇതിൽ വെച്ച് കൊടുക്കുക. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയി പോയത് കേട്ടോ. ഇതും ചൂടോടുള്ള കോഫിയാണ് കേട്ടോ അവർ കുടിച്ചിട്ട് പോയത്. നോമ്പ് പിടിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ എന്താ ചെയ്യുക, ഇപ്പോൾ ഭയങ്കര ചൂടും കൂടിയല്ലേ. അപ്പോൾ എന്തായാലും അവർക്ക് കൊടുത്തിട്ട് എക്സാമിനൊന്നും ഓതാനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. അങ്ങനെ 3 ആൾക്കുള്ള സാൻഡ്വിച്ച് റെഡിയാക്കാം. എന്നിട്ട് അവർക്ക് നാസ്റ്റൊക്കെ കൊടുക്കുക. ഇത് കുടിച്ചിട്ടാണ് അവർ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചെറുതായിട്ടുള്ളൊരു വിശേഷം. എന്തായാലും ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ നിങ്ങൾ. നിങ്ങളുടെ സപ്പോർട്ടിലൂടെയാണ് എൻ്റെ വീഡിയോസൊക്കെ വീണ്ടും മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ലോഗായിട്ട് ഒന്ന് കാണാം. അതുവരേക്കും ബൈ.